അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ മൃതദേഹം വേലിക്കകത്ത വീട്ടിൽ നിന്ന് രാവിലെ 9 മണിക്ക് ദർബാർ ഹാളിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോകും. ഉച്ചയ്ക്ക് ശേഷം വിലാപയാത്രയായി ആലപ്പുഴ വീട്ടിലേക്ക് എത്തിക്കാനാണ് നിലവിലെ തീരുമാനം. നാളെ രാവിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിച്ച് പൊതുദർശനം നടത്തും. ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ സംസ്കാരം നടത്തും. AKG പഠന ഗവേഷണ കേന്ദ്രത്തിലെ പൊതുദർശനത്തിന് ശേഷം ഇന്നലെ രാത്രി 12 മണി കഴിഞ്ഞാണ് തിരുവനന്തപുരത്തെ വസതിയിലെത്തിച്ചത്. SUT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വി.എസ്. ഇന്നലെ വൈകിട്ട് 3:20 അന്തരിച്ചത്. വിവരങ്ങൾ നൽകാൻ വിജിൻ വായാന്തോട്, ഒപ്പം തന്നെ ലിജോ റോളൻസ്, ഒപ്പം ദർബാർ ഹാളിൽ നിന്ന് സിജോ വി ജോൺ എന്നിവർ ചേരും. വിജിനിലേക്കാണ് ആദ്യം. വിജിൻ, ഇന്നലെ കണ്ടമിടറുന്ന രീതിയിൽ ഉച്ചത്തിൽ അദ്ദേഹത്തിന് വിപ്ലവാഭിവാദ്യം അർപ്പിക്കുന്ന ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷമായിരുന്നു. അവിടെ നിന്ന് പ്രിയ സഖാവിനെ ഇന്നലെ രാത്രിയോടുകൂടെ വീട്ടിലെത്തിച്ചു. ഇന്നും ആ ഓർമ്മകൾക്ക് മരണമില്ലെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ ജനസഹസ്രങ്ങൾ അങ്ങോട്ട് ഒഴുകുന്നുണ്ട്. കേരളം ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു യാത്രയയപ്പ് അദ്ദേഹത്തിന് നൽകാൻ കൂടി തയ്യാറെടുക്കുകയാണ് ജനസഹസ്രങ്ങളെന്ന് മനസ്സിലാക്കാം. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലെ അവസ്ഥ എന്താണ്? വിജയൻ, അവിടേക്ക് ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? 9 മണിക്ക് തന്നെ ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടോ? ജിൽസി, ഇന്നലെ ഏകദേശം 12 മണിയോടെയാണ്, രാത്രി 12 മണിയോടെയാണ് വി.എസിന്റെ മൃതദേഹം ഈ വേലിക്കകത്തെ വീട്ടിലേക്ക് എത്തിച്ചത്. വേലിക്കകത്ത് എന്ന് പേരിട്ടിരിക്കുന്ന, അതായത് ആലപ്പുഴയിലെ പുന്നപ്പുറയിലെ ഇതിന് സമാനമായ വേലിക്കകത്ത് എന്ന് പേരിട്ടിരിക്കുന്ന വീട്ടിലാണ് വി.എസ്. 2019 മുതൽ വിശ്രമ ജീവിതം നയിച്ചു കൊണ്ടിരുന്നത്. ആ വീട്ടിലാണ് ഇപ്പോൾ വി.എസ്. അവസാനമായി യാത്രയാകാനായി തയ്യാറെടുത്ത് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെയും ഇന്നും എന്നും പറയാൻ കഴിയാത്ത രീതിയിലാണ്. ഇന്നലെ 12 മണിക്ക് ശേഷം നിരവധി ആളുകൾ, നേതാക്കൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളാണ്. CPIMന്റെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ട്, ഒപ്പം തന്നെ ബൃന്ദ കാരാട്ട്, MP-മാരായ ജോൺ ബ്രിട്ടാസ്, ഒപ്പം തന്നെ A.A. റഹീം, K. രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാം ഇന്നലെ വൈകിയ വേളയിലും ഇങ്ങോട്ട് എത്തി വി.എസിന് അവസാനമായി അന്തിമോപചാരം അർപ്പിച്ചാണ് അവരൊക്കെ മടങ്ങിയത്. ഏകദേശം 3-3:30 വരെ ആളുകൾ ഇങ്ങനെ, നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ട് എത്തിയിരുന്നു. ആളുകൾ നേരത്തെ തന്നെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പ്രവാഹമായി അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. ഒരുപക്ഷെ കേരളത്തിൽ EMSനും നായനാർക്കും ഉമ്മൻചാണ്ടിക്കും ഒക്കെ ശേഷം ഒരു വലിയ യാത്രയപ്പ് നൽകാൻ ഒരുങ്ങുകയാണ് കേരളം. ആ വിലാപയാത്ര ഒരു ജനസഹസ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അല്പസമയത്തിനകം ഇവിടെ നിന്ന് ഒരു 9 മണിയോടുകൂടി തന്നെ ദർബാർ ഹാളിലേക്ക് അദ്ദേഹത്തിന്റെ പൊതുദർശനത്തിനായി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇന്നലെ നമ്മൾ AKG സെന്ററിൽ പൊതുദർശനത്തിന് വെച്ച ഘട്ടത്തിലൊക്കെ കണ്ടതാണ്, ഒരു നിയന്ത്രണവുമില്ലാതെയാണ് ആളുകൾ ഒഴുകി എത്തിക്കൊണ്ടിരുന്നത്. ഒരുപക്ഷെ ഒരു ജനനേതാവിന് കേരളം എങ്ങനെയാണോ അർഹിക്കുന്ന പരിഗണനയോടെ വിട നൽകുന്നത്, ആ സ്നേഹ വായ്പോടെയാണ് ജനങ്ങളൊക്കെ ഒഴുകിയെത്തിയത്. സമയം ഒന്നും വകവയ്ക്കാതെ ഒരുപക്ഷെ CPM പ്രതീക്ഷിച്ചിരുന്ന ഇന്നലെ 9 മണിയോടുകൂടി AKG സെന്ററിലെ പൊതുദർശനം പൂർത്തിയാക്കാൻ കഴിയുമെന്നായിരുന്നു. പക്ഷേ അതൊക്കെ മറികടന്നാണ് 12 മണിയോടെ, ഏകദേശം 11:40 അദ്ദേഹത്തിന്റെ മൃതശരീരം AKG സെന്ററിലെ, നിലവിലെ AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വേലിക്കകത്ത് എന്ന് പറയുന്ന തൊട്ടടുത്തെ PMG ജംഗ്ഷന് തൊട്ടടുത്തുള്ള ലോ കോളേജ് ജംഗ്ഷനിലെ വേലിക്കകത്ത് എന്ന് പറയുന്ന വീട്ടിലേക്ക് ഇന്നലെ എത്തിച്ചത്. അപ്പോഴും അണമുറിയാതെ ഇങ്ങനെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വി.എസിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി. ഈ വീടിന് ചുറ്റും നമ്മളൊക്കെ നേരത്തെ വന്നിരുന്നത് അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷ വേളകളിലാണ്. കഴിഞ്ഞ ഒക്ടോബർ 20 വി.എസിന്റെ പിറന്നാൾ, 101ാം പിറന്നാൾ ആഘോഷിച്ചത് ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മറ്റ് നേതാക്കളുമൊക്കെ ഇവിടെ എത്തിയിരുന്നു. ആ ഘട്ടത്തിലൊക്കെ വി.എസ് വിശ്രമ ജീവിതം നയിക്കുകയാണ്. ആളുകളുമായി കൂടുതൽ ഒന്നും ഇടപെടാനുള്ളൊരു സാഹചര്യം നിലവിലുണ്ടായിരുന്നില്ല. മറ്റ് തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇൻഫെക്ഷനോ ഒക്കെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് വി.എസിനെ അങ്ങനെ പരിചരിച്ചു വരികയായിരുന്നു. 2 ഹോം നഴ്സുമാരും ഒപ്പം തന്നെ ഡോക്ടർമാരും ഒക്കെ ചേർന്നാണ് വി.എസിനെ അന്ന് പരിചരിച്ചിരുന്നത്. പക്ഷേ അന്നൊക്കെ വി.എസിനെ പറ്റി മകൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. വി.എസ് പത്രങ്ങൾ വായിച്ച് കേൾപ്പിക്കുമ്പോൾ അതുമായി പ്രതികരിക്കാറുണ്ട്. ഒപ്പം തന്നെ
രാഷ്ട്രീയ വിഷയങ്ങളിൽ ഉൾപ്പെടെ വിഷയങ്ങളിലെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ VS അറിയിക്കാറുണ്ട് എന്നൊക്കെ മകൻ അരുൺകുമാർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരുപക്ഷെ VS കൂടുതൽ കാലം കൂടി ജീവിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ മാസം 23-ാം തീയതി VS പെട്ടെന്നൊരു ഹൃദയാഘാതം സംഭവിക്കുന്നത്. അങ്ങനെയാണ് VS സ്ഥിരം ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിന് പുറമെ ഉള്ള ഇവിടെ PMG ജംഗ്ഷന് തൊട്ടടുത്തുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ആദ്യഘട്ടത്തിൽ പ്രവേശിപ്പിക്കുന്നത്. അതിനുശേഷം ഈ SUTയിൽ സ്ഥിരം ചികിത്സ നൽകുന്ന എല്ലാ തരത്തിലും എല്ലാ കാലത്തും ചികിത്സ എടുക്കാറുള്ള SUT ഹോസ്പിറ്റലിലേക്ക് VS മാറ്റുന്നത്. അവിടെ നിന്നാണ് ഈ ഹൃദയാഘാതം സംഭവിച്ചതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതും അങ്ങനെ അവിടെ വെന്റിലേറ്റർ സഹായത്തോടെ ജീവിതം ഇന്നലെ ഉച്ച കഴിഞ്ഞ് 3:20 കൂടിയാണ് കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ അസ്തമിച്ചു എന്ന ഹൃദയമിടിപ്പ് നിലയ്ക്കുന്ന വാർത്ത പുറത്തു വരുന്നത്. അതിനുശേഷം മണമുറിയാത്ത ജനപ്രവാഹം നമ്മൾ കണ്ടതാണ്. നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ 9 മണിവരെ ഇന്നലെ പൊതുദർശനം AKG പഠന ഗവേഷണ കേന്ദ്രത്തിലാണ് നിശ്ചയിച്ചിരുന്നത്. അവിടേക്കൊക്കെ അണമുറിയാത്ത ജനപ്രവാഹം. ഇനി വിലാപയാത്ര, അതൊക്കെ ആളുകൾ എത്രത്തോളം VS എന്ന രണ്ടക്ഷരത്തെ നെഞ്ചോട് ചേർത്തിരുന്നു എന്നുള്ളതിന്റെ തെളിവ് കൂടിയായിരിക്കണം. രാത്രിയെന്നോ പകലെന്നോ, രാത്രിയുടെയും പകലിന്റെയും മതിരുകൾ ഭേദിച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രിയും ഒരുപാട് ആളുകൾ തിരുവനന്തപുരത്തെ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിച്ചേർന്നിരുന്നത്. പ്രമുഖ നേതാക്കളടക്കം സാധാരണക്കാരടക്കം നിരവധി പേർ VS അച്യുതാനന്ദൻ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരുന്നു. ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇനി 9 മണിയോടുകൂടി ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ. അവിടെ പൊതുജനങ്ങൾക്ക് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമുള്ള അവസരം കൂടി ഉണ്ടാകും. വിജിൻ അദ്ദേഹത്തിൻ്റെ യാത്ര, അദ്ദേഹം അർഹിക്കുന്ന രീതിയിലൊരു യാത്രയയപ്പ് നൽകാൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു സൂചനകൾ ഇന്നലെ മുതൽ തന്നെ നമുക്ക് ലഭിക്കുകയാണ്. അനേകായിരം ആളുകൾ, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ഒരിക്കലും ബന്ധപ്പെട്ടിട്ടില്ലാത്ത ആളുകൾ വരെ അവർക്ക് എന്തായിരുന്നു VS അച്യുതാനന്ദൻ എന്ന് പ്രകടമാക്കുന്ന രീതിയിലുള്ള ജനസഹസ്രം. ഇന്നും അത്തരത്തിൽ തന്നെ ഒരു ജനസഹസ്രത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ആലപ്പുഴയിലേക്കുള്ള വിലാപയാത്രയൊക്കെ ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കുന്നതായിരിക്കും. നടപടികൾ ഇന്നലെ തന്നെ വിജയൻ കേൾക്കാമോ? തീർച്ചയായും ഇന്നലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാത്രി എന്നൊന്നും VS സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. അവസാന അന്ത്യയാത്രയ്ക്ക് ഒരുങ്ങുകയാണ് VS. പക്ഷേ VS കാണാൻ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആളുകൾ ഒഴുകിയെത്തുക തന്നെയായിരുന്നു. എന്തായാലും AKG സെന്ററിൽ നിന്ന് VS മൃതശരീരവും വഹിച്ചുള്ള വാഹനം വ്യൂഹം വലിയ മുദ്രാവാക്യം വിളികളാണ്. ജിൽസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ തലസ്ഥാന നഗരിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് മണിക്കൂറുകളാണ് മുദ്രാവാക്യം വിളികൾ അതിങ്ങനെ ഒരു പ്രതിധ്വനിയായി മുഴച്ചു നിന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും. അടുത്ത കാലത്ത് ഒരുപക്ഷെ കേരളം കണ്ട ഇങ്ങനെയൊരു യാത്രയയപ്പ്, ഇങ്ങനെയൊരു അന്ത്യാഭിവാദ്യം ഒരുപക്ഷെ കേരളത്തിൽ മറ്റു ഒരാൾക്കും കണ്ടിട്ടില്ലാത്തതിനും അപ്പുറമായിരിക്കും എന്നുള്ളൊരു സാക്ഷ്യമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. കാരണം കണ്ണേ കരളെ VS ആര് പറഞ്ഞു മരിച്ചെന്ന്? ഇല്ല, നിങ്ങൾ മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നുള്ള മുദ്രാവാക്യമാണ് അവർ ഉയർത്തിക്കൊണ്ടിരുന്നത്. VS ആരാണെന്ന് കാട്ടിത്തരുന്നതായിരുന്നു. നമുക്കൊന്നും പറഞ്ഞറിയിക്കേണ്ടതില്ല VS സംബന്ധിച്ചിടത്തോളം. കാരണം എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് പോരാട്ടം നടത്തിയ ഒരാളാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നതിനപ്പുറം ചെറിയ കാലഘട്ടങ്ങളിൽ തുടങ്ങിയ പോരാട്ടം, ആ പോരാട്ടം അത് എല്ലാ ഘട്ടത്തിലും അവസാനം വിശ്രമ ജീവിതത്തിലേക്ക് കടക്കും വരെയും അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയത് ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിൻ്റെ കൂടി കരുത്തുമായിട്ടായിരുന്നു. മരണത്തോടും അദ്ദേഹം അതേ നിലയിൽ തന്നെയാണ് പോരാടിയത് എന്ന് നമുക്ക് VS അവസാന ഘട്ടങ്ങളിലെ ആശുപത്രിവാസം ഉൾപ്പെടെ എടുത്ത് നോക്കിയാൽ മനസ്സിലാകുന്നതാണ്. കാരണം പല ഘട്ടത്തിലും മരിച്ചു എന്ന് ഡോക്ടർമാർക്ക് പോലും സംശയം തോന്നിയ ഘട്ടത്തിൽ പോലും VS അത് തിരിച്ചു വരികയായിരുന്നു. VS മരണത്തോട് പോലും പോരടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഡോക്ടർമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. MA ബേബി VS കാണാൻ ആശുപത്രിയിൽ എത്തിയപ്പോൾ പറഞ്ഞത് VS അല്ലേ, അങ്ങനെയൊന്നും VS വിട്ടുകൊടുക്കില്ല എന്നുള്ളതായിരുന്നു. അതായിരുന്നു VS കരുത്ത്. ഒരു പ്രശ്നങ്ങളിലും വിട്ടുവീഴ്ചയ്ക്ക് VS തയ്യാറായിരുന്നില്ല.
ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഏത് ഒരു പോരാട്ടത്തിൽ, അതായത് ഒരു വിഷയം വി എസിൻ്റെ മുന്നിൽ വരുമ്പോൾ വി എസ് അത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചാൽ, അതിനെപ്പറ്റി മനസ്സിലാക്കിയാൽ അതിൽ പിന്നെ വിട്ടുവീഴ്ചയ്ക്ക് ഒരു ഘട്ടത്തിലും വി എസ് തയ്യാറാകില്ല. ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം തന്നെയായിരുന്നു. അതിൽ പല ഘട്ടങ്ങളിലും പാർട്ടിയെ ധിക്കരിച്ചുള്ള നിലപാടുകൾ ഉൾപ്പെടെ വി എസ് കൈക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം പിണറായി വിജയൻ പറഞ്ഞതുപോലെ വി എസ് ഈ പാർട്ടിയുടെ സ്വത്തല്ലേ എന്നുള്ളതാണ്. പല ഘട്ടത്തിലും കലഹങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിണറായി വിജയനുമായും പാർട്ടിയുമായും ഒക്കെ കലഹങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പക്ഷേ അവസാന ഘട്ടത്തിലും ഈ പിണറായി വിജയൻ്റെ പോലും നാവിൽ നിന്ന് വന്നത് വി എസ് ഒരു പോരാളിയല്ലേ എന്നുള്ളതാണ്. ആ പോരാട്ട വീര്യമാണ് വി എസ് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ മരണം വിവരം അറിഞ്ഞ് ആശുപത്രിയിലെത്തിയപ്പോഴും പിണറായി വിജയൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവസാനം ആംബുലൻസിലേക്ക് വി എസിനെ കയറ്റിയതും പിണറായി വിജയനും എം വി ഗോവിന്ദനും ഒപ്പം തന്നെ CPM ജനറൽ സെക്രട്ടറി MA ബേബിയും ഒക്കെ ചേർന്നാണ് വി എസിൻ്റെ മൃതശരീരം വഹിച്ചുള്ള ആംബുലൻസിന് മുന്നിലേക്ക് പോവാൻ ഒരു നിർദ്ദേശം നൽകിയ ശേഷമാണ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ വാഹനം എടുക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തത്. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ജീവിത ശൈലിയുണ്ട്, ജീവിത രീതിയുണ്ട്. അത് എത്ര കണ്ട് കലഹിക്കുമ്പോഴും ഏറ്റവും പ്രിയപ്പെട്ടവനെ സ്നേഹിക്കുന്ന നിലപാട് തന്നെയാണ്. അതാണ് ഇന്നലെയൊക്കെ നമ്മൾ കാണുകയും ചെയ്തത്. എന്തായാലും വി എസ് പല ഘട്ടങ്ങളിലും പാർട്ടിയുമായി കലഹിച്ചത് അതെല്ലാം സാധാരണക്കാരന് വേണ്ടിയായിരുന്നു. സ്ത്രീകൾക്കും ഒപ്പം തന്നെ പരിസ്ഥിതിക്കും കുട്ടികൾക്കും ഒക്കെ വേണ്ടിയായിരുന്നു. അങ്ങനെ 7ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഒരാൾ, അദ്ദേഹം ജീവിതത്തിൽ നിന്നും പാഠങ്ങൾ പഠിച്ചാണ് വളർന്നത്. ആ പോരാട്ടം, ആ പഠനം വലിയ രീതിയിൽ ജനങ്ങൾക്കായി ഉപകരിക്കാൻ, ആ ജനങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു ജീവിത ശൈലി കെട്ടിപ്പടുക്കാൻ ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനും അമ്മയും മരിച്ച ഒരു ഏകാന്തത അനുഭവിക്കേണ്ട ഘട്ടത്തിലാണ് തൊഴിൽ ഇടത്തിലേക്കൊക്കെ പോകുന്നത്. ആദ്യം തയ്യൽ തൊഴിലാളിയായി, പിന്നെ കയർ തൊഴിലാളിയായി, അങ്ങനെ ജീവിതം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വലിയ തരത്തിലുള്ള പോരാട്ടങ്ങളുടെ കാലഘട്ടം, അനിവാര്യമായ ഒരു കാലഘട്ടം വരുന്നത്. അതിനിടയിലാണ് വി എസ് ആ പോരാട്ടത്തിൻ്റെ ഭാഗമാകുന്നത്. അങ്ങനെ കൃഷ്ണപ്പിള്ളയുടെയൊക്കെ വളരെ വലിയ സ്വാധീനത്തിലാണ് വി എസ് ഒരു വലിയ പോരാളിയായി പിന്നീട് മാറുന്നത്. പല മേഖലകളിലും ഉള്ള തൊഴിലാളികളെ സംഘടിപ്പിച്ചൊക്കെയാണ് വി എസ് അദ്ദേഹം കേരളത്തിൽ എന്താണ് എന്ന അടയാളപ്പെടുത്തുന്നതിൻ്റെ തുടക്കം അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. അങ്ങനെ വളർന്ന വി എസ് പല ഘട്ടങ്ങളിലും എല്ലാത്തിനോടും കലഹിച്ച് എല്ലാത്തിനോടും പോരാടി ഉള്ള ജീവിതമാണ് നയിച്ചു കൊണ്ടിരുന്നത്. അതിൻ്റെ 3 തവണ പ്രതിപക്ഷ നേതാവായി, പലതവണ നിയമസഭാ സാമാജികനായി, ഒപ്പം തന്നെ മുഖ്യമന്ത്രിയായി. വി എസ് മുഖ്യമന്ത്രിയായ ഘട്ടത്തിലാണ് പല തരത്തിൽ ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റം, ഒപ്പം തന്നെ ആരോഗ്യ മേഖലയിലെ മാറ്റം ഉൾപ്പെടെയുള്ളവയൊക്കെ തുടക്കം കുറിക്കുന്നത് വി എസ് മുഖ്യമന്ത്രിയായ കാലഘട്ടത്തിലാണ്. അപ്പോഴും പാർട്ടിയുമായും കലഹിച്ചിരുന്നു വി എസ്. അങ്ങനെ പലതരത്തിൽ ഉള്ള പോരാട്ടമാണ് വി എസ് നയിച്ചു കൊണ്ടിരുന്നത്.